ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഒരുപാട് വിശേഷങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുള്ളൊരു വ്ളോഗാണ് കേട്ടോ. കുറച്ച് നവരാത്രി പ്രമാണിച്ചുള്ള കുക്കിങ്ങും പിന്നെ ഡാൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ വന്നേക്കുന്നത് ഗ്രാൻഡ് ഹയത്ത് കൊച്ചിയിൽ ഒരു ദാണ്ടിയ കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവിടെ ചെന്നോട്ടെ നല്ല രസമായിട്ടൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നിറച്ച് കുപ്പി വളകളും ഒക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഇതൊക്കെ കണ്ടു നിന്നു. പിന്നെ ഞാൻ വന്നേക്കുന്നത് ഗായത്രിയുടെ കുട്ടികൾ കിച്ചും ഗൗരിക്കുട്ടിയും ഒക്കെ ആയിട്ടാണ്. അപ്പം ചെന്നോടനെ നമ്മുടെ മെയിൻ വിഷയം ഫുഡാണല്ലോ. അപ്പം കുടിക്കാനായിട്ട് എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ നോക്കി അതൊക്കെ കുടിച്ചു. പിന്നെ ദാണ്ടിയ കളിക്കാനായിട്ട് ദാണ്ടിയ സ്റ്റിക്ക് വേണ്ടേ, അതൊക്കെ പോയി ഞങ്ങളിങ്ങനെ എടുത്തു. പിന്നെ അതേ ഗൗരിക്കുട്ടി നല്ല ചുന്തിരി മണിയായിട്ട് ഒരുങ്ങി ദാണ്ടിയ കളിക്കാൻ വന്നേക്കാണ്. ഞാൻ നാട്ടിൽ വന്നേ പിന്നെ ഇങ്ങനെ ഒരു ദാണ്ടിയ നൈറ്റിനൊന്നും പോയിട്ടില്ല. ഷാർജയിൽ വെച്ചിട്ട് നന്ദുവും സിറിയയുടെ മോൾ അമ്മുമായിട്ട് പോയിട്ടുണ്ട്. അതാണ് ഞാൻ ആകെ ഒരു പ്രാവശ്യം പോയ ഒരു ദാണ്ടിയ നൈറ്റ്. അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നതിൽ സെക്കൻഡ് ടൈം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ദാണ്ടിയ നൈറ്റ്. നാട്ടിൽ വന്നേ പിന്നെ എന്ന് വെച്ചാൽ ലൈഫിൽ എൻ്റെ സെക്കൻഡ് എക്സ്പീരിയൻസ് ആണ് ദാണ്ടിയ നൈറ്റ്. അപ്പം വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു 5 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ദാണ്ടിയ നൈറ്റിന് വന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞങ്ങൾ എല്ലാവരും തന്നെ ദാണ്ടിയ കളിക്കുമായിരുന്നു. ഇതിപ്പോൾ അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ആദ്യം നിങ്ങൾ കണ്ടല്ലോ 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റെപ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ട് പിന്നെ എല്ലാവരും കൂടെ തന്നെ കളിച്ചു. അപ്പം കുറച്ച് നേരം ഞാൻ അവരുടെ കൂടെ തന്നെ പോയി കളിച്ചു. പിന്നെ ഞാൻ ഗൗരിയുടെയും ഗായത്രിയുടെയും കൂടെ കളിച്ചു. നല്ല രസമുണ്ടായിരുന്നു. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഷാർജയിലെ എക്സ്പീരിയൻസ് വേറെ, ഇവിടുത്തെ എക്സ്പീരിയൻസ് വേറെ. പിന്നെ കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് മെയിൻ ഇൻട്രസ്റ്റ് ഫുഡിലോട്ടായതുകൊണ്ട് അതിലോട്ട് ഫോക്കസ് പോയി. ആദ്യം കുറച്ച് മോക്ടെയിൽസ്, എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ. അപ്പം ഞാനത് പോയി കുടിച്ചു. പിന്നെ കഴിച്ച് കഴിഞ്ഞ് വെജിറ്റേറിയൻ ആണ് കേട്ടോ. എന്നുവെച്ചാൽ നവരാത്രിയല്ലേ, വെജിറ്റേറിയൻ ബുഫേ ആയിരുന്നു. ബുഫേ കഴിച്ചു കഴിഞ്ഞു. ഡെസേർട്ട്സ് സൂപ്പർ ആയിരുന്നു കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഗുലാബ് ജാം, റബ്ദി, ജിലേബി ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി തരുന്നത്. ഞാൻ രാത്രിയിൽ ഇങ്ങനെ ഫുഡൊന്നും കഴിക്കാത്തതാണ്. അയ്യോ ഞാനിതിൻ്റെ കാര്യത്തിലൂടെ 2 കിലോ കൂടും ഇങ്ങനെ കഴിച്ചാലെന്നൊക്കെ പറഞ്ഞു. എനിക്ക് രാത്രിയിൽ എന്ത് കഴിച്ചാലും അപ്പം എൻ്റെ വെയിറ്റ് പിറ്റേ ദിവസം, അല്ലെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് വണ്ണം വെച്ചിരിക്കുകയാണ്. അങ്ങനെ കഴിച്ച് നല്ല എൻജോയ് ചെയ്ത് തിരിച്ചു പോയി ഞങ്ങൾ. ഇത് നെക്സ്റ്റ് ഡേ, ഇത് നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ വിദ്യാരംഭമാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ രാവിലെ. അപ്പം രാവിലെ എഴുന്നേറ്റ് ഞാൻ വിദ്യാരംഭത്തിന് ഞാൻ എന്നും 9 ദിവസം നിവേദ്യം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഡെയിലി 9 അല്ല, ഇപ്രാവശ്യം 10 ദിവസം ഉണ്ടായിരുന്നു. എക്സ്ട്രാ ഒരു ദിവസം ഉണ്ടായിരുന്നു. 11 ദിവസം ഉണ്ടായിരുന്നു. 11ാമത്തെ ദിവസമല്ലേ വിദ്യാരംഭം. അപ്പം വിദ്യാരംഭത്തിന് അന്ന് രാവിലെ സ്പെഷ്യലായിട്ട് എന്നും രാവിലെ വൈകിട്ടും നിവേദ്യം വെക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് വിദ്യാരംഭത്തിൻ്റെ അന്ന് 3 കൂട്ടങ്ങൾ നിവേദ്യമാണ് പ്ലാൻ ചെയ്യുന്നത്. ഒന്ന് ഉണ്ടാക്കാം ഇത് പൊങ്കാല പായസം. അപ്പം ഇന്ന് ഞാൻ പച്ചരി വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ വിചാരിച്ചു സ്പെഷ്യലായിട്ട് ബസ്മതി റൈസ് വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഒരു 1/4 കപ്പോളം എടുക്കുന്നുള്ളൂ. ബസ്മതി റൈസ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് ഒരു അരമണിക്കൂറോളം വെക്കുവാണ്. നന്നായിട്ട് കഴുകി ആണ് വെള്ളത്തിൽ ഒരു അരമണിക്കൂറോളം ഒന്ന്, അപ്പോൾ വേഗം വേകുമല്ലോ. രാവിലെ ഇന്ന് നേരത്തെ ഒരു 7:30-8 മണിക്കകം ആണ് വിദ്യാരംഭം നമ്മൾ എടുക്കേണ്ടത്. കാരണം തലേദിവസം 12:30 തൊട്ട് രാവിലെ 9 മണി വരെ ഉള്ളൂ വിദ്യാരംഭത്തിൻ്റെ ടൈമിങ്. അപ്പോൾ ആ സമയത്ത് അത് കുറുക്കാനിട്ടിട്ട് പോയി പൂജാമുറിയൊക്കെ ക്ലീൻ ചെയ്ത് തലേദിവസത്തെ പൂക്കൾ ഒരുക്കിയിരുന്നതൊക്കെ ഒന്ന് മാറ്റി എല്ലാം വൃത്തിയാക്കുവാണ്. എപ്പോഴും 2-3 ദിവസം കൂടുമ്പോൾ മേടിച്ച് വെക്കും കേട്ടോ. ഇൻസ്റ്റാമാർട്ട് സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്യാൻ കിട്ടുമല്ലോ ഇപ്പം, അതുകൊണ്ട് എളുപ്പമാണ്. എന്നിട്ട് ഞാനതിൻ്റെ തണ്ടൊക്കെ കട്ട് ചെയ്ത് വെക്കും. എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂജാമുറിയൊക്കെ ഇങ്ങനെ പൂ വെച്ചിട്ട് ഒരുക്കാനായിട്ട്. ഈ ഇൻസ്റ്റാമാർട്ടിൽ കിട്ടുന്നതുകൊണ്ട് നല്ല എളുപ്പമാണ്. പിന്നെ ഞാൻ എപ്പോഴും പൂ കഴുകും കേട്ടോ. കാരണം പല കൈകൾ മാറി മാറി വരുന്നതല്ലേ. അപ്പോൾ പൂജാമുറിയിൽ നിന്നും വെക്കുന്നതിന് മുമ്പ് കഴുകി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ നമ്മൾ പൊങ്കാല നിവേദ്യം ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ജസ്റ്റ് നമ്മൾ അരി കഴിയുമ്പോൾ ഒന്ന് പ്രാർത്ഥന മുറിലേണ്ട് ഇതൊക്കെ കാണുമ്പോൾ എന്നെ ഇങ്ങനെ കളിയാക്കണം. എൻ്റെ ഇപ്പോൾ 9 ദിവസമായിട്ട് PC എന്നാണ് വിളിക്കുന്നത് കേട്ടോ, പൂജാരി ചിക്കു. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് പുതിയ പേരുമായി PC. ഇങ്ങനെ ഉള്ളിയുടെ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഓരോ പേരുണ്ടാക്കാൻ മിടുക്കനാണ് കേട്ടോ. അങ്ങനെ അത് പായസം അവിടെ അരി വേകാൻ വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഉണ്ടാക്കാൻ പോകുന്ന അടുത്തത് ഒരു സിമ്പിൾ എളുപ്പത്തിലുള്ള ഒരു റവ കേസരി. അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ട്, കാഷ്യൂനട്ട് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് കിസ്മിസ് മാത്രം ഇടുകയാണ്. കിസ്മിസ് ജസ്റ്റ് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ 1/2 കപ്പ് റവ.
റവ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ക്വാണ്ടിറ്റി വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, ജസ്റ്റ് നമ്മൾ നിവേദ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ 1/2 കപ്പ് റവ, റോസ്റ്റഡ് റവയാണ്, എന്നാലും അതൊന്ന് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിലോട്ട് 1 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. ഇതൊന്ന് പൊടിച്ച പഞ്ചസാരയാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ 3/4 കപ്പ് ഇട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അതിലോട്ട് 1/2 കപ്പ് റവയ്ക്ക് 1-1.25 കപ്പ് നല്ല ചൂട് വെള്ളം ഒഴിക്കാം കേട്ടോ. എന്നാലും ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് റവ ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. അപ്പം 1-1.25 നല്ല ചൂട് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നല്ല ഇളക്കിക്കൊണ്ടിരിക്കണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ പഞ്ചസാര അലിഞ്ഞ് വരുമ്പോഴാണ് വെള്ളം ഒഴിക്കുന്നത്. ഇത് ഈ റവ അത്യാവശ്യം ഈസി അല്ലേ. എന്നിട്ട് ഫുഡ് കളറ് നമുക്ക് ഈ മറ്റേ ജിലേബി കളറ് മറ്റേ പൊടി ഉണ്ടെങ്കിൽ ചേർക്കാം. അതിൻ്റെ അങ്ങനത്തെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കേക്കിൻ്റെ ജെൽ കളർ റെഡ് കളറാണ് ചേർത്തത്. അല്ലെങ്കിൽ മറ്റേ ഒരു വേറൊരു പൊടി കിട്ടും കളർ, അത് ചേർത്താൽ ഓറഞ്ച് കളർ കറക്റ്റ് കളർ കിട്ടും. അതില്ലാത്തതുകൊണ്ട് ഇത് ചേർത്തു. എന്നിട്ട് അപ്പോൾ റെഡ് കളറിലാണ് കേസരി വന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിൽ പയ്യെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്ക് ഇച്ചിരി നെയ്യ് കൂടുതൽ ചേർത്താൽ നല്ല ഇതായിട്ട് വരും. ഞാൻ അത്രയും നെയ്യ് അങ്ങോട്ട് ചേർത്തില്ല, ഇടയ്ക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. വീണ്ടും മെല്ലെ ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തു. എന്നിട്ട് ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോഴാണ് കറക്റ്റ് പരുവ് എത്തുക കേട്ടോ. അപ്പോൾ വിട്ട് വരുന്ന എന്താണ്ട് ഇപ്പോൾ ആ കറക്റ്റ് വിട്ട് വരുന്ന പരുവ് എത്തി. ഇത് സ്റ്റീൽ പാത്രത്തിലാണ്, അപ്പം അത്ര ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. കറക്റ്റ് വിട്ട് വരുന്ന പരുവാകുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ആക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ കേസരിയും റെഡിയായി. 10 മിനിറ്റ് മതി, ഈസി അല്ലേ. ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേസരി. അപ്പോൾ അതും കൂടുതലും ഇഷ്ടമേ അല്ല. പിന്നെ പായസത്തിലോട്ട് ശർക്കര ഉരുക്കി വെച്ചത് ചേർക്കുകയാണ്. ഞാനിങ്ങനെ ഫിക്സഡ് ക്വാണ്ടിറ്റി ഒന്നും നോക്കിയല്ല കേട്ടോ ചേർക്കുന്നത്. കുറച്ച് അധികം ഉരുക്കി വെച്ചുണ്ടായിരുന്നു, നല്ലോണം ചേർത്തു. അത് അവിടെ നിന്ന് തിളയ്ക്കുവാണ്. പിന്നെ സൈഡിൽ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം കുതിർത്ത കടല പ്രഷർ കുക്കറിൽ വേവിക്കാൻ വെച്ചു. അതാണ് ആദ്യം ചെയ്തത്. എഴുന്നേറ്റ് ഉടനെ വന്ന് ആദ്യം ചെയ്തത് അതായിരുന്നു കേട്ടോ. എന്നിട്ട് ചുണ്ടൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വേവിച്ച് വെച്ച് കടല വേവിച്ചത്. വെള്ളക്കടല വെച്ചും ചെയ്യാം, കറുത്ത കടല വെച്ചും ചെയ്യാം. എന്ന് ഞാൻ വെള്ളക്കടലയാണ് വെച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ ഇന്ന് വിചാരിച്ച് കറുത്ത കടല വെച്ച് ചെയ്യാമെന്ന്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഉണക്കമുളക് ഇട്ടു, കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ കടലയിലെ കടല മാത്രം എടുത്ത്, കറുത്ത കടല മാത്രം എടുത്ത് ഇങ്ങനെ ഇടുക. വെള്ളക്കടലയാണ് ചുണ്ടലിന് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. എന്നും 2-3 ദിവസം വെള്ളക്കടല ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ ഇത് എടുത്തതേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഞാൻ കടല വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തില്ല, അതുകൊണ്ട് ഇപ്പോൾ ഉപ്പ് ചേർത്ത് ജസ്റ്റ് ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ കുറച്ച് തേങ്ങ തിരുമിയത്, ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ തിരുമിയത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. ബ്രൗൺ കളറൊന്നും ആവരുത്. ചൂടായി വന്നു കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, ചുണ്ടൽ റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രോട്ടീനുമാണ്. നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ 4 മണി പലഹാരമായിട്ടൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ നല്ലതാണ്. പിന്നെ പായസത്തിലോട്ടും ഇച്ചിരി തേങ്ങ, പൊങ്കാല പായസത്തിലോട്ടും ഇച്ചിരി തേങ്ങ തിരുമിയത് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തു. അതൊന്ന് ജസ്റ്റ് വെള്ളം പോകുന്ന വരെ ഒന്ന് വറ്റിച്ചെടുത്ത് ഫ്ലെയിം ഓഫാക്കി. പായസവും റെഡി. അങ്ങനെ 3 കൂട്ടം പ്രസാദവും നിവേദ്യങ്ങൾ റെഡിയായി. ഇതിനി പൂജാമുറിയിൽ വെച്ച് വിദ്യാരംഭം പൂജ എടുക്കാൻ പോവാണ്. അടച്ചാണ് ഞാനെല്ലാം വെച്ചിരുന്നത്. ഇതിപ്പോൾ എടുത്തതാണ്. എല്ലാം ഒന്നിൻ്റെ പുറത്ത് ഇങ്ങനെ തുണി വെച്ച് അടച്ചു വെച്ചേക്കുമായിരുന്നു. എല്ലാം തുറന്ന് പൂജ എടുത്തു. മുരളിയേട്ടൻ എഴുതിയും കഴിഞ്ഞു. ഹരിശ്രീയൊക്കെ മുരളിയേട്ടൻ വേഗം എഴുതി. ഇത് ഞങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ഒരു ചടങ്ങ്, പൂജയെടുപ്പ് ചടങ്ങ് ഇങ്ങനെ തന്നെയാണ്. നന്ദുവിനെയും ഇങ്ങനെ ഹരിശ്രീ നന്ദുവിനെ കൈ പിടിച്ചിട്ടാണ് എഴുതിക്കുന്നത്. നന്ദുവിനെ മലയാളം എഴുതാൻ അറിയത്തില്ലായിരുന്നു. അപ്പം ഹരിശ്രീ അരിയിൽ എഴുതിക്കും. പിന്നെ ABCD ഒക്കെ നന്ദു തന്നെ എഴുതും. നന്ദുവിൻ്റെ ബുക്സൊക്കെ നന്ദു വായിച്ചിട്ട് അവിടെ മിക്ക വർഷവും സ്കൂൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നന്ദു 6:30 മുമ്പേയൊക്കെ പൂജ എടുത്ത് വേഗം കഴിച്ച് പിന്നെ ബസ് വരുന്ന മുമ്പേ അങ്ങനെ രാവിലെ വേഗം ചെയ്യും. ഇതൊക്കെ ആയിരിക്കും സ്കൂളിലും കൊടുത്തു വിടുക. പിന്നെ മുരളിയേട്ടനും ഞാനും എല്ലാം വേഗമായിരിക്കും രാവിലെ ചെയ്യുക. ഇപ്പം പിന്നെ പതുക്കെ ചെയ്യുന്നു. അങ്ങനെ ഉള്ള വ്യത്യാസം. പിന്നെ ഞാൻ ദേവി മഹാത്മ്യമൊക്കെ വായിച്ച് എല്ലാം ചെയ്ത് അങ്ങനെ പിന്നെ ഇന്ന് ഇവിടെ ഡാൻസ് സ്കൂളിൽ പോകും. അങ്ങനെ പിന്നെ അവിടെ വെച്ചിട്ടാണെങ്കിൽ പണ്ട് ഞങ്ങൾ കലാക്ഷേത്രങ്ങളിൽ സാറിന് ടീച്ചറിൻ്റെ അടുത്ത് പോകുമായിരുന്നു. അങ്ങനെയായിരുന്നു പണ്ടത്തെ. ഇപ്പോൾ ഇങ്ങനെ പോകുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് തന്നെ, ഞാൻ കഴിഞ്ഞ ദിവസം നവരാത്രിയുടെ ഷോർട്സ് ഇട്ടപ്പോഴൊക്കെ ഒത്തിരി പേര് ഭയങ്കര നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് വീണ്ടും മനസ്സ് നിറഞ്ഞൊരു നന്ദിയാണ് കേട്ടോ. നിങ്ങൾ ഇത്രയും നന്നായിരിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് വീണ്ടും ചെയ്യാനുള്ള ഒരു സന്തോഷമല്ല, ഒരു ഇൻസ്പിറേഷനാണ്. ഇപ്പം ഞാൻ ഒരു 3 മാസത്തേക്കൊരു ബ്രേക്ക് എടുക്കുവാണ് ഡാൻസിൽ നിന്ന്. ഒന്ന് കുറച്ച് നമ്മുടെ ആരോഗ്യം ആകെ കുളമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 3 months ബ്രേക്ക് എടുത്തിട്ട് ചാരിയുടെ തൊട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇപ്പോൾ വിദ്യാരംഭം അല്ലേ, പുതിയ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സമയമാണ്. അപ്പം ഒത്തിരി പേര് വിചാരിക്കുന്നുണ്ടാവും അപ്പം എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല, അല്ലെങ്കിൽ ഒരു കാര്യം പുതിയതായിട്ട് ചെയ്യാൻ
എനിക്ക് പറ്റുന്നില്ല, മെൻ്റലിയും പറ്റുന്നില്ല, എനിക്ക് ആരോഗ്യമില്ല എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമല്ലേ. ഇപ്പോൾ ഇതേപോലെ ഇൻസ്ട്രുമെൻ്റ് പഠിക്കാം, അല്ലെങ്കിൽ പാട്ടിന് ഇൻട്രസ്റ്റ് ആണെങ്കിൽ പാട്ട് പഠിക്കാം, ഫാഷൻ ഡിസൈനിങ് പഠിക്കാം. ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പം വരുന്നതെന്ന് പറയുവാണ് കേട്ടോ. ഫാഷൻ ഡിസൈനിങ് ആണെങ്കിൽ നിങ്ങൾക്കത് ഫീസ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അതൊരു ഇൻകം അല്ല, ഒരു തൊഴിലായിട്ട് യൂസ് ചെയ്യാമല്ലോ. ഫാഷൻ ഡിസൈനിങ് കോഴ്സിന് പൈസ ചിലവാക്കിയാൽ മതി, പിന്നെ അല്ലാതെ നമുക്കൊരു ഇൻകം കിട്ടും. ഫാഷൻ ഡിസൈനിങ് വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോട്ടറി മേക്കിംഗ് പഠിക്കാൻ പോവുകയാണെങ്കിൽ അത് പിന്നെ നമുക്ക് ഉണ്ടാക്കി വിൽക്കാം, പെയിൻറ്റിങ് പഠിക്കാം. അതൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് സന്തോഷം കിട്ടും. നമ്മൾ ഉണ്ടാക്കിയൊരു വർക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അല്ലെങ്കിൽ ഒത്തിരി തൊഴിൽ മേഖലകളിൽ നമുക്ക് ചെയ്യുകയും ചെയ്യാം, പക്ഷെ നമുക്കത് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം, സാറ്റിസ്ഫാക്ഷനാണ്. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല, നമ്മളുടെ മനസ്സിന് ശക്തി ഉണ്ടാവും എല്ലാത്തിനും. അപ്പം നമുക്ക് എല്ലാം പറ്റും, നമുക്കതിന് സന്തോഷം കിട്ടും. നമ്മൾ ചെയ്ത ഒരു കാര്യം കാണുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ അത് വലിയൊരു സന്തോഷമാണ്. അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ. അപ്പോൾ അത് കമൻറ്റ് ചെയ്യുമ്പോൾ വേറൊരാൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും അത് കാണുമ്പം. അപ്പം ഞാൻ കമൻറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഡെഫിനറ്റായിട്ടും ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം എല്ലാവരും ശ്രമിക്കുക. എനിക്കൊന്നും പറ്റില്ല എന്ന് ആരും വിചാരിക്കരുത്, എൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് വിചാരിക്കുക. അപ്പം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയുക, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അങ്ങനെ ഒരു ഫാമിലി ആക്കി എടുക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. നമ്മുടെ നിഷാസ് ഡ്രീംസിൽ എല്ലാവരും നല്ല പോസിറ്റീവായിട്ട് നമുക്കൊരു കൂട്ടായ്മ പോലെ പല കാര്യങ്ങൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ. ഓരോ സബ്സ്ക്രൈബ് ബട്ടണും എനിക്ക് പുതിയ വീഡിയോസ് ഇടാനുള്ള ഒരു ഇൻസ്പിറേഷനാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നവരോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം ബൈ.